ഒരു കഥ സൊല്ലട്ടുമാ. സ്വർണ്ണപ്പാളി വിവാദം കത്തിപ്പടരുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരാണ് പോറ്റി? എന്താണ് പോറ്റിയുടെ പിന്നാമ്പുറ ജീവിതം? ഇതൊക്കെ ചികഞ്ഞു പോയപ്പോൾ കണ്ടെത്താനായത് പലതും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. തിരുവനന്തപുരത്ത് ജനിച്ച പോറ്റിക്ക് പൂജാരിയായിരുന്ന അച്ഛനിൽ നിന്നാണ് ഇത്തരത്തിലൊരു ക്ഷേത്രച്ചായ്വ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പോറ്റിയുടെ അച്ഛൻ. അച്ഛൻ്റെ കൂടെ പൂജാകാര്യങ്ങളിൽ സഹായിയായി ഒക്കെ നിന്നിരുന്ന പോറ്റി പിന്നീട് 10ാം ക്ലാസ് പഠനത്തിന് ശേഷമാണ് ബംഗളൂരിൽ പൂജാരിയായി എത്തുന്നത്. വർഷങ്ങളോളം ക്ഷേത്ര സഹായിയായ പോറ്റിക്ക് പലവിധ തൊന്തരവുകൾ വന്നപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. ഇറങ്ങേണ്ടി വന്നു എന്നല്ല, ഇറക്കി വിട്ടു എന്ന് തന്നെ പറയാം. ഇതിന് ശേഷമാണ് ശബരിമലയിൽ കീഴ്ശാന്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത്. ശബരിമലയിലെ കീഴ്ശാന്തി എന്ന നിലയിൽ പ്രമുഖർക്ക് ശബരിമല ദർശനത്തിനുള്ള സൗകര്യമൊരുക്കിയതോടെ പല വ്യക്തികൾക്കുമിടയിൽ പോറ്റി ഒരു സ്വാധീന വലയം തന്നെ സൃഷ്ടിച്ചെടുത്തു. തുടക്കകാലത്ത് കുറഞ്ഞ പലിശയ്ക്ക് വായ്പയെടുക്കുകയും ഇരട്ടിയിലധികം പലിശയ്ക്ക് ആ തുക വായ്പയായി നൽകുകയും ചെയ്ത പോറ്റി കർണാടകയിലെ അയ്യപ്പ ഭക്തരെ ഉൾപ്പെടെ ചൂഷണം ചെയ്തതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇടത്തരം കുടുംബത്തിൽ നിന്ന് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച നിമിഷ നേരം കൊണ്ടായിരുന്നു. ഇത് നാട്ടുകാരിൽ ഉൾപ്പെടെ സംശയവും പടർത്തിയിട്ടുണ്ട്. ശബരിമല ശാന്തിപ്പണിക്ക് പുറമെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും പോറ്റി നടത്തിയിരിക്കുന്നു. ഇത് തപ്പിച്ചെന്ന ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ കോടികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. 3 വർഷത്തിനിടെ 30 കോടിയിലേറെ രൂപയുടെ ഭൂമിക്കച്ചവടം പോറ്റി നടത്തിയതായാണ് റിപ്പോർട്ട്. അങ്ങനെ ശബരിമലയിലെ ശാന്തിപ്പണി ചെയ്ത് ഇത്രയേറെ ഭൂമി ഇടപാടുകൾ നടത്താനുള്ള പണം പോറ്റിക്ക് നേടാൻ സാധിക്കില്ല. അപ്പോൾ പണം എവിടെ നിന്നു വന്നു എന്നത് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി പലയിടത്തും ഭൂമി ഏറ്റെടുത്തുവെന്നും വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. സ്വന്തം പേരിലും കുടുംബങ്ങളുടെ പേരിലും ഭൂമി രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖകളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. തലസ്ഥാനത്തു തന്നെ കോടികളുടെ ഇടപാടുകളാണ് ഈ പോറ്റി നടത്തിയിരിക്കുന്നത്. 2020-നും 2025-നും ഇടയിലാണ് കോടികളുടെ ഇടപാട് നടന്നതെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ ആരാണ് പോറ്റിയുടെ തണൽ എന്ന് വളരെ വ്യക്തം. കേരളത്തിൽ മാത്രമല്ല, അങ്ങ് ബംഗളൂരുവിലും ഭൂമി ഇടപാടുകൾ തകൃതിയായി നടക്കുന്നുമുണ്ട്. ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തിയെന്നതും മറ്റൊരു കാര്യം. ഉന്നതരുമായി ബന്ധമുണ്ട് എന്നത് വെറും കഥകളല്ല എന്നത് ഉറപ്പാണ്. എന്തെന്നാൽ അതിനൊരു ഉദാഹരണം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, DGP റവാഡ ചന്ദ്രശേഖർ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെയും ശാന്തിമാരുടെയും ഉറ്റതോഴനായ ഇയാൾക്ക് ശബരിമലയിൽ സർവത്ര സ്വാതന്ത്ര്യമാണ് ഉണ്ടായിരുന്നത്. വ്യവസായികൾക്കടക്കം ദർശന സൗകര്യം ഒരുക്കുന്നതിനാൽ പോറ്റിക്ക് അത്രമേൽ ബന്ധങ്ങളും ഉണ്ട് എന്നത് വളരെ വ്യക്തം. ഇനി ശബരിമലയിലെ അഷ്ടാഭിഷേകം എന്ന പുതിയ വഴിപാടിന് പിന്നിലും ഇദ്ദേഹത്തിൻ്റെ കരങ്ങളാണ് പ്രവർത്തിച്ചത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയുണ്ട്. മുൻപ് തീർത്ഥാടന കാലത്തും മാസപൂജ വേളകളിലും മാത്രമാണ് പടിപൂജ ബുക്കിംഗ് ഉണ്ടായിരുന്നത്. ഇതല്ലാതെ നട തുറക്കേണ്ടി വരുന്ന പ്രത്യേക ദിവസങ്ങളിൽ പടിപൂജ നടത്താൻ ആളുകളെ എത്തിച്ചിരുന്നത് ഇതേ പോറ്റിയായിരുന്നു. ഇതിനായി ഭക്തരിൽ നിന്ന് കണക്കിന് പോറ്റി വാങ്ങിയെടുത്തിട്ടുമുണ്ട്. പണക്കാരിൽ നിന്ന് പണം സമാഹരിച്ചുള്ള സ്പോൺസർഷിപ്പ് തന്നെയായിരുന്നു ദ്വാരപാലക ശില്പം സ്വർണം പൂശൽ എന്നതും ഏതാണ്ട് വ്യക്തം. കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനികരായ ഭക്തർ തന്നെയായിരുന്നു പോറ്റിയുടെ ഇരകളും. താങ്ങുപീഠം എവിടെയെന്നറിയില്ല എന്ന നാടകം കളിച്ച പോറ്റിക്ക് ഇത്രയും അമൂല്യമായൊരു വസ്തു എടുത്തുകൊണ്ടുപോയപ്പോൾ അതേപ്പറ്റി അറിവില്ലായിരുന്നു, ഓർമ്മയില്ലായിരുന്നു. ഇതൊക്കെ പറയുന്നത് ഒരു നാടകമായിരുന്നു എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കൂ. കൂട്ടിയാലും കിഴിച്ചാലും വ്യക്തമാകാത്ത സ്വർണ്ണക്കണക്കുകളിൽ പോറ്റി മാത്രമാണോ കുറ്റക്കാരൻ? അതോ അടുത്ത സർക്കാർ ഉണ്ടാക്കാൻ വോട്ടു തേടി ഇറങ്ങിയ പിണറായിയും ദേവസ്വത്തിന് ക്ലീൻ ചിറ്റ് നൽകുന്ന വാസവനും ഉൾപ്പെടെ പോറ്റിക്കൊപ്പം സ്വർണത്തിൻ്റെ കനം പോക്കറ്റിൽ പേറിയിട്ടുണ്ടോ എന്നത് സുതാര്യമായ അന്വേഷണം നടന്നാൽ മാത്രമേ വെളിയിൽ വരൂ എന്നത് ഉറപ്പാണ്. അങ്ങനെ ആശ്രിതവത്സരനും കരുണാമയനുമായ അയ്യപ്പൻ്റെ പിന്നിൽ ഇരുന്ന ഒരു ശാന്തിക്കാരൻ
ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഉഡായിപ്പ് തട്ടിപ്പുകാരൻ എന്നുള്ളത് വളരെ വ്യക്തമാകുകയാണ്.